ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ തിരുനാൾ കുർബാനയിൽ നമ്മൾ പങ്കുചേരുക. പ്രകാശമേ മിഴി തുറക്കുക വേഗം, കണ്ണിനാലേ നിൻ രൂപം കാണുവാൻ, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന് ഞാനും ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കറിയാമട്ടെ. എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവുമായ കൽപ്പനകളുടെയും മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10:26 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാലത്ത് നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ. ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെയും നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തുകന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലംപതിക്കുകയില്ല. നിങ്ങളുടെ തലയിൽ ഓരോ മുടികടിയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളി പറയും. പ്രിയപ്പെട്ട പ്രിയരീക്ഷ മെൽവിനച്ച, മറ്റു വൈദികരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, 1432 കൊല്ലമായിട്ട് വിശുദ്ധ ഗീവർഗീസായുടെ തിരുനാള് ഈ എടപ്പള്ളിയിൽ ആഘോഷിച്ചു തുടങ്ങിയതാണ്. 1432 കൊല്ലം മുമ്പ് ആഘോഷിച്ചു തുടങ്ങാൻ കാരണം 1722 കൊല്ലം മുമ്പ് രക്തസാക്ഷിയായിട്ട് മരിച്ച ഈ വിശുദ്ധന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ്. ഈ വിശുദ്ധനെ സംബന്ധിച്ചുള്ള ജീവിതത്തിൻ്റെ ചരിത്രം നമുക്ക് വലിയ പിടിയില്ല. അന്ന് പേനയില്ല, കടലാസില്ല, മൊബൈലില്ല, എന്തെങ്കിലും അങ്ങനെ എഴുതി സൂക്ഷിക്കാനോ ഫീഡ് ചെയ്ത് വെക്കാനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലില്ല, 500 കൊല്ലം മുമ്പുണ്ടല്ല. അപ്പം 1722 കൊല്ലം മുമ്പ് മരിച്ച ഒരു വിശുദ്ധനെ സംബന്ധിച്ച് നമുക്കുള്ള അറിവ് എന്താണ്? ആ അറിവ് അന്ന് മുതലേ പരമ്പരാഗതമായിട്ട്
തലമുറ കൈമാറി തരുന്ന ഒന്നാണ്. കാരണവന്മാർ മക്കളോട് പറയും, മക്കൾ അവരുടെ മക്കളോട് പറയും, അങ്ങനെ. അപ്പം എടപ്പള്ളിയിൽ പള്ളി വന്നിട്ട് തന്നെ 1432 കൊല്ലമാണ്. അന്ന് മുതൽ ഗീവർഗീസ് സായിദായുടെ തിരുനാൾ ഇവിടെ ആഘോഷിക്കാൻ തുടങ്ങിയതാണ്. എത്ര തലമുറ കഴിഞ്ഞു. ഈ പള്ളിയല്ല, ഇതിനു മുമ്പുള്ള ഒരു പള്ളിയുണ്ട്, അതിനു മുമ്പൊരു പള്ളി ഉണ്ടായി കാണും. ഉദയംപേരൂർ സുഗുണദോസിന്റെ ഒരു സെഷൻ കൂടിയത് ഇവിടെയാണെന്നാ പറയാം, എടപ്പള്ളിയിൽ. ഈ ചരിത്രമൊക്കെ നമ്മൾ ഓർക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, അങ്ങനെ 1432 കൊല്ലം കഴിഞ്ഞ് ഈ കൊല്ലത്തെ തിരുനാളിന് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടവരല്ല. വലിയൊരു തലമുറയുടെ വിശ്വാസത്തിൽ പങ്കു ചേർന്നുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഈ വിശ്വാസത്തിൻ്റെ ചൈതന്യം പകർന്നു കൊടുക്കുന്നവരാണ്. 57 കൊല്ലം മുമ്പ് വൈദികനായിട്ട് ആദ്യമായിട്ട് ഇടവക ശുശ്രൂഷ ഞാൻ ആരംഭിച്ചത് ഇടപ്പള്ളിയിലാണ്. അന്ന് 3 കൊല്ലം അസിസ്റ്റന്റ് വികാരിയായിട്ട് സേവനം ചെയ്യുമ്പോൾ ഈ അൾത്താരയിലാണ് ഞാൻ ബലിയർപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി 25 കൊല്ലം കഴിഞ്ഞപ്പോൾ 30 കൊല്ലം മുമ്പ് വീണ്ടും ഞാൻ ഇവിടെ വികാരിയായിട്ട് വന്നു. 4 കൊല്ലം ഈ അൾത്താരയിൽ ജനങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് യേശുവിൻ്റെ ശുശ്രൂഷ പിന്തുടർന്നു. പിന്നീട് പലപ്പോഴും വന്ന് ഈ അൾത്താരയിൽ നിന്ന് തിരുനാളിനും മറ്റവസരങ്ങളിലുമൊക്കെ ഞാൻ വചന സന്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിൽക്കുക, ജീവിതം എന്താണെന്നും എന്തിനു വേണ്ടി ജീവിക്കണം, എന്തിനു വേണ്ടി മരിക്കണം എന്നതിൻ്റെ വ്യക്തമായ ഒരു സാക്ഷ്യമാണ് വിശുദ്ധ ഗീവർഗീസ് നമുക്ക് നൽകുക. വിശുദ്ധ ഗീവർഗീസിന് ഒരു പട്ടാളക്കാരനായിരുന്നപ്പോ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ വിശ്വസ്തയോടെ നിറവേറ്റി മുന്നോട്ട് പോയപ്പോ വഴിതെറ്റിക്കാൻ അധികാരസ്ഥാനത്തുള്ള രാജാവ് പരിശ്രമിച്ചു. ഗീവർഗീസ് സമ്മതിച്ചില്ല. അംഗരക്ഷകനായിരുന്നിട്ട് പോലും രാജാവ് പറയുന്നത് സത്യമല്ലെങ്കിൽ ദൈവത്തിന്റെ വഴികളിൽ നിന്ന് വ്യതിചരിച്ച് ഈ മനുഷ്യനെ ദൈവമായിട്ട് അംഗീകരിച്ച് കുമ്പിടാൻ കാലുപിടിക്കാൻ ഈ വർഗീസ് തയ്യാറായില്ല. പണ്ടുകാലം മുതൽ നമ്മുടെ വീട്ടിലെ സർപ്പത്തിന്റെ ഉപദ്രവവും വളർത്തുമൃഗങ്ങൾ പലതുമൊക്കെ ആ ഉപദ്രവം മൂലം നശിച്ചു പോകുന്നതിൽ നിന്ന് അവയൊക്കെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെ നേർച്ചകൾ അർപ്പിക്കുക, കോഴി നേർച്ച. നമ്മുടെ മനസ്സിനെ ഉപദ്രവ വഴിതെറ്റിച്ച് നടക്കാൻ സാധ്യതയുള്ള സകലത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ നാരീയ ശക്തി ഉചിതമല്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക്, വൈകാരികമായ പതർച്ചകളിലേക്കൊക്കെ നയിക്കുന്ന ശാരീരികവും മാനസികവുമായ പതറിപ്പോകുന്ന ഇടങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ യാചിക്കുമ്പോൾ ഇക്കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. പ്രസിദ്ധീയായ തങ്കശ്ശേരിപ്പിലേക്കും കുടുംബത്തിനും ബന്ധപ്പെട്ടവർക്കുമൊക്കെ ഈ വിശുദ്ധൻ്റെ അനുഗ്രഹം സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ കർത്താവേ, ബലവനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാദ്രകത്താൽ തെരഞ്ഞെടുത്ത അങ്ങയുടെ അചുകണമായി ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. പ്രത്യേകമായിട്ട് നമ്മുടെ ഈ പുണ്യാളൻ എന്തുമാത്രം ഉത്തരവാദിത്വബോധത്തോടെ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചതാണ്. നമ്മുടെ ജീവിതം എപ്രകാരമാണ്
മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തെ തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരെ കാവൽപാലകമായി പരിശുദ്ധമ്മയെ, വിശുദ്ധ ഔസപിതാവേ, വിശുദ്ധ ഗീവർഗീസെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ തീർത്ഥാടന കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടി, അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാന്തരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കൊപ്പം. ഈ ദേവാലയത്തിലൂടെ അനേകായിരങ്ങൾ നാനാജാതി മതസ്ഥരായ മക്കൾ ഇന്ന് ഇപ്പോഴും ഈ ദേവാലയത്തിനായിട്ടുകൂടെ പ്രാർത്ഥനയിലായിരിക്കുന്ന സഹോദരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വീടാനുഭവത്തിൽ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലെ ആരാധ്യനായ പിതാവേ, അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ നിന്നു ഭക്ഷിക്കും. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടി എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഞാൻ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്നെ ഓർമ്മിക്കാനായി ചെയ്യുവിൻ. എനിക്കായി മുറിഞ്ഞവനേ, എനിക്കായി പിടഞ്ഞവനേ, എനിക്കായി മരിച്ചവനേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ നാം വസിച്ച് ഇതിനെ ആശ്രയിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെയും ഉയർത്തിലുള്ള വലിയ പ്രത്യാശ
നിങ്ങൾ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രകീർത്തിക്കവേ. സമയത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷങ്ങളിലും സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മൾ എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തമായ ജനം തിരുസഭയെ ആവശ്യമിക്കുന്നു. ജീവനും കാരണമാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ, മോദ്രിതരായി ഭവിക്കട്ടെ.
സമാധാനം കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി അർപ്പിക്കുവാൻ ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നുകൊള്ളും. പ്രത്യേകമായിട്ട് തങ്കശ്ശേരി കുടുംബത്തിന് ആശംസകൾ നേരുകയാണ്. എല്ലാവർക്കും തിരുനാളിന്റെ ആശംസകൾ ദൈവം അനുഗ്രഹിക്കട്ടെ. പുണ്യാളുടെ മാധ്യസ്ഥം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശുമിശിഹായെ സ്തുതിയായിരിക്കട്ടെ.